തെരുവുനായ ശല്യം രൂക്ഷം തിരുവനന്തപുരം. നടപടിയെടുക്കുമെന്ന് കോർപ്പറേഷൻ. വിദ്യാഭ്യാസ ഭൂകമ്പം വരാൻ പോണച്ചാ. ഭൂകമ്പോ? അയ്യോ, വീട് ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. എന്തോന്ന് മോളെ, നീ നേരെ പറ, എന്ത് പറ്റി? അച്ഛൻ മണിക്കുട്ട മാമൻ വരാൻ പോണെന്ന്. അയ്യോ, എപ്പോ ആര് പറഞ്ഞു? മാമ എന്നെ വിളിച്ചിരുന്നു. ഇങ്ങോട്ട് വരണോ? നാളെ വരുമെന്ന് ഇങ്ങോട്ട്. മോളെ, അമ്മ എങ്ങനെ പ്രതികരിക്കുന്ന അറിഞ്ഞൂടാ. അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. എനിക്ക് അറിഞ്ഞൂടാ അച്ഛാ, നമ്മൾ എന്ത് ചെയ്യണേ? എന്ത് ചെയ്യാൻ? അച്ഛൻ ഒരു കാര്യം ചേട്ടാ, അമ്മയും വിളിച്ചോണ്ട് തിരിച്ചു പോട്ടാ. അച്ഛൻ എങ്ങോട്ട് പോയാലും മാമൻ പിറകെ വരും. അമ്മയെ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള വാശിയാണ്. എങ്ങനെയെങ്കിലും പിടക്ക തീർക്കണം, ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് മാമൻ പറയണത്. ഇപ്പൊ എന്ത് ചെയ്യും? വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉറപ്പാണ്. മാമന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞ് മാമൻ കേൾക്കണില്ല. അവളെ പറഞ്ഞു. എന്താ മണി പറഞ്ഞു? ചായ. മണി, എനിക്കിപ്പോ ചായ വേണ്ട മണി. അതെന്ത് ചായ വേണ്ടാത്ത? അല്ല, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവാ. 24 മണിക്കൂറും ചായ കുടിച്ചോണ്ടിരിക്കണ മനുഷ്യന് ഇപ്പൊ ചായ ഇട്ടോണ്ടപ്പോ വെള്ളം മതിയെന്നാ? അതിന് അങ്ങോട്ട് മൊത്തം വെള്ളം കുടിക്കാനുള്ളതല്ലേ, അതായിരിക്കും. എന്തത്? അല്ല, അത് എനിക്ക് വെള്ളം മതി, ദാഹിക്കുന്നു, വെള്ളം വേണം. നിങ്ങൾ എന്തോ സംസാരിച്ചോണ്ടിരുന്നേ ഇപ്പൊ? അതെന്താന്ന് വെച്ചാല് ഈ കാലാവസ്ഥയും ഭൂകമ്പത്തെ പറ്റിയൊക്കെ അവള് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഓ, ഇപ്പൊ അവള് പ്രവചനം തുടങ്ങിയാ? ഇന്നലെ ഞാൻ ഒരു പുസ്തകത്തിൽ അങ്ങനെ വായിച്ചത്, അപ്പൊ ഞാൻ കുറച്ച് അറിവ് പോകാന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. മണി, നീ എനിക്ക് വെള്ളം കൊണ്ടുപോവാ. കൊണ്ടുവരുന്നില്ല? ആ ചായ ഇങ്ങനെ എനിക്ക് എന്റെ അച്ഛൻ വെള്ളം കൊണ്ടുപോകും. തോന്നണ്ടേ ഇതൊക്കെ? എന്റെ ദൈവമേ, മൊത്തം കുളമാക്കി പോകാൻ പോന്നൊക്കെ. അത് മണി വന്നപ്പോ ഞാൻ പെട്ടെന്ന് നെർവസ് ആയി പോയി. മക്കളെ, മണിക്കൂട്ടം വന്ന എന്ത് ചെയ്യും? നീ ചായ കുടിച്ചോണ്ടിരുന്ന നമുക്ക് ഇതിന് വഴി കാണണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, രാമനുമായിട്ട് ആലോചിക്കാം. അവൻ എന്തെങ്കിലും വഴി പറഞ്ഞിരും. അത് കൊള്ളാം. അങ്കിളെ, അങ്കിളെ, അങ്കിളെ എനിക്ക്, അങ്കിളെ എനിക്ക്, അങ്കിളെ നിങ്ങൾ സീരിയസ് കാര്യം പറയാണ്ട് എണീരേ. സീരിയസ് ആണ്, വല്ല ആശുപത്രി പോയി എന്നെ വിളിക്കുന്നത്. ഒരു കാര്യം പറയണ്ടോ? ഇങ്ങോട്ട് എഴുതേക്ക്, നീ ഒരു കാര്യം പറയാനുണ്ട്. അങ്കിളെ, മണിക്കൂടെ മാവ് വരാൻ പോണ. അങ്കിളെ, മണിക്കൂടെ മാവ് വരാൻ പോണ. മണിക്കൂട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഓ ശരി. ഇതെന്താന്ന്? ഞാൻ പോണോ? ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിരുന്നല്ലേ? തീർച്ചയായിട്ടും. കാര്യം എനിക്ക് ആ ചേട്ടത്തിന് ചവിട്ടുകൊണ്ട് ചാവാൻ വയ്യ. നീ സഹായിക്കുന്നു വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സഹായിക്കുന്ന ഐഡിയ അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ നേരെ ചിന്നുവിന്റെ അടുത്ത് പോകുന്നു. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽ ആക്കുമ്പോഴത്തേക്ക് ഫോൺ വിളിച്ച് ഞാൻ അപ്പൊ അവളെ കൊണ്ടുവരാം. എന്ത് പറയുന്നു? മാറി. നമ്മളിവിടെ ഒറ്റക്കിട്ടിട്ട് പോവാണ്. നമ്മളങ്ങനെ ഒറ്റയ്ക്കാവും. നീ നിന്റെ അച്ഛനും എല്ലാ കുടുംബമൊക്കെ വന്നില്ലേ? നീ മാറി. അണ്ണനായി, അണ്ണന്റെ അളിയനായി, അണ്ണന്റെ ഭാര്യയായി. ഇതിനണ്ണ അതിന്റെ ഇടയിൽ അതേ പറ്റാണ്ട് ഞാൻ. അതെ, നീയൊക്കെ കൂടെ വളം വെച്ചു കൊടുത്തത്. ഞാനാ വളം വെച്ചു കൊടുത്തത്. അങ്കിളെ, ഞാനും കൂടെ വരാം. നിന്റെ നനച്ച തുണി നിൽക്കൊക്കെ ഉണ്ടോ? 5 ഉണ്ടോ തോന്നുന്നു. അന്നടുത്ത് പോയി. ഇതിനൊരു പോംവഴി കണ്ടിട്ട് അണ്ണാ, ഞാൻ പുറം വഴി കാണാൻ നിന്നാ ചേട്ടത്തി എന്റെ പുറം വഴി അടിക്കും. അണ്ണനാകുമ്പോ അണ്ണന്റെ ഭാര്യയാണ്. വെള്ളം ചോദിച്ചിട്ട് ഇവിടെ വന്നിക്കണം. വെള്ളം എവിടെയൊക്കെ നോക്കിന്നറിയോ? എന്താ ബാഗ് എടുത്ത് വെച്ചേ? ഞാൻ കടയിൽ പോകാൻ വേണ്ടി വെച്ചു. കടയിൽ പോകുമ്പോ എന്താണത്? സഞ്ജി കൊണ്ടുവന്ന വൃത്തിയുടെ ഞാൻ കൂടെ സ്റ്റൈലിൽ ബാഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തോന്നോ ചീഞ്ഞു നാറുന്നു. അതല്ലേ മണി, അവൻ വീട്ടിൽ പോണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു പോണ്ടെന്ന്. കടയിൽ പോണെന്ന് തോന്നിപ്പോ? കടയിലല്ലേ പോണെന്ന് പറഞ്ഞത്, വീട്ടിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞ. എന്തോ ഒളിച്ചു വെക്കുന്ന എന്റെ അടുത്ത്? അവിടെ നേരത്തെ എനിക്ക് തോന്നി. ഒന്നും ഒളിച്ചില്ല. കണ്ടുപിടിച്ചോളാം. എനിക്കേ തുണി വിരിക്കാണ്ട്. കണ്ടുപിടിക്കാൻ ഇവിടെ ഒന്നുമില്ല. എന്തെങ്കിലും കാണാനേ ഉള്ളൂ. അതെ, എല്ലായിടത്തിന്റെ മുഖത്തിന് ആവശ്യത്തിനുണ്ട് കള്ള ലക്ഷണം. ഞാൻ കണ്ടുപിടിച്ചോളാം. വരട്ടെ. എല്ലായിടത്തിന്റെ മുഖത്തുണ്ട്. എങ്ങും പോണ്ട. എന്തോന്ന് വെച്ചാ കാണിച്ചേ? കൂടെ നിന്ന് തേച്ച അണ്ണാ മാറടി. അല്ല അങ്കിളെ, അങ്ങനെയല്ല അങ്കിളെ. നമ്മള് എത്രയെന്ന് പറഞ്ഞ അമ്മേരൊന്ന് മുങ്ങി കിടക്കും. അത് സത്യം കറക്റ്റ്. അതെ, നിങ്ങൾ പോയാൽ ശരിയില്ല. മണിക്കൂട്ടത്തെ എനിക്ക് ഒറ്റയ്ക്ക് പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. ഇങ്ങനെ കണക്കണക്കണന്ന് പറഞ്ഞോണ്ടിരിക്കുക.
ഞാനൊരു കാര്യം പറയാം. നമ്മള് മൂന്നുപേരും കൂടെ ഒരുമിച്ച് അമ്മയുടെ അടുത്ത് പോകുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു മണിക്കുട്ട മാമൻ വരാൻ പോകുന്നു. അപ്പൊ അമ്മ പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതാ ഇങ്ങനെ നിന്ന് അത് നേരിടും. ആ നേരിടും. വെള്ളം കുടിച്ച ഗ്ലാസ് അവിടെ തട്ടി കുറച്ചാ. അയ്യോ ഈ അച്ഛന്റെ ഒരു കാര്യം അടി അടി അടി. എന്തൊന്ന് കാണിച്ചു വെച്ചേക്കണേ. അല്ല മണി എന്റെ കയ്യിൽ നിന്ന് ബാഗ് നനഞ്ഞോണ്ടിരിക്കുകയുള്ളൂ. ഞങ്ങള് മറ്റേ എന്തോ സ്കിറ്റ്. ഞാൻ ചേട്ടത്തിന്റെ കൈ പിടിക്കട്ടെ. മാറി നിങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. അണ്ണാ മിണ്ടായി മാറി വിളി. നമ്മ ഇങ്ങനെ നിൽക്കാം, എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കാം. കൊറേ നാളായി ചേട്ടൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വിട്ടാണ് അണ്ണാ. അണ്ണാ വിട്ടാണ്. ഞാൻ ചേട്ടത്തി ഒന്ന് കണ്ടോട്ടൊന്നും വിടണം. ഒരു കാര്യം പറയട്ടെ. ഇവിടെ നില്ലേ മണി, ചേട്ടത്തി അണ്ണൻ എന്തിന്റെ പ്രശ്നം എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാണ്. അല്ല കൊറേ നേരമായിട്ടല്ല പിന്നെ തീരെ പിന്നെ അവന് കടയിൽ പോകാൻ ബാഗ് വേണ്ട. ഇങ്ങനെ മറുപടി അയ്യോ അയ്യോ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? എല്ലാരും മുങ്ങിയ ഞാൻ ചെന്ന അമ്മയുടെ അടുത്ത് പറയല്ലേ. അമ്മ അമ്മ ഷോ ചിന്നു അപ്പച്ചി ഇല്ലാത്തോണ്ട് അമ്മക്ക് ഈ വീട്ടിലെ പണിയൊക്കെ ഒറ്റയ്ക്ക് എടുക്കണോ അല്ലേ? അതിന് ചിന്നു പറഞ്ഞതിന് മുന്നേ ഞാൻ ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്തോണ്ടിരുന്നേ. അങ്ങനെയാണ്. പക്ഷെ എന്നാലും അമ്മ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. അമ്മ എന്ത് പറ്റി? ഇവിടെ മോക്ക് അമ്മയോട് ഭയങ്കരമായിട്ട് സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകാണല്ലോ. എന്ത് പറ്റി? എന്തോ കാരണം ഉണ്ടല്ലോ. ഒന്നുമില്ല അമ്മ. ഒന്നുമില്ലേ? ഇല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തോ ഒരു സങ്കടം. പാവം അമ്മ. എനിക്ക് വിഷമാവണോ? എനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടോ എന്നെ കൊണ്ട്? ഇല്ലമ്മ. വല്ലതും കഴിക്കാണ്ടാക്കി തരണോ? വേണ്ട. പിന്നെ എന്തോന്ന് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെ സഹായിച്ചാൽ. അയ്യോ അത് പറ്റില്ലമ്മ. എന്ത്? എനിക്ക് ഒരുപാട് പഠിക്കയില്ലേ, അതുകൊണ്ടാണ് ഞാൻ വരാത്ത. അല്ലെങ്കിൽ നീ സഹായിച്ചല്ലോ. അല്ലെങ്കിൽ സഹായം അതമ്മയ്ക്ക് അറിയാലോ. അതമ്മ വിഷമിക്കണ്ട. മണിക്കൂട്ട മാമ ഇങ്ങോട്ട് വരുമ്പോഴേ മാമിയും കൂടെ കൊണ്ടുവരാൻ പറയാം. അതാകുമ്പോ നിങ്ങക്ക് രണ്ടര കൂടെ ഒരുമിച്ച് പണിയെടുക്കാലോ. ആര് വരുന്ന? മണിക്കുട്ട മാമൻ. എന്നോട് ആര് പറഞ്ഞു? മാമൻ വിളിച്ചിരുന്നു. എന്നെ കാണാൻ ഇങ്ങോട്ട് ആരും വരണ്ട. അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ, അമ്മേരെ ചേട്ടനല്ലേ. ആ ബോധം അങ്ങേർക്കില്ലല്ലോ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വണ്ടി ആക്കിക്കൊണ്ടിരിക്കുവല്ലോ. ഏറ്റില്ല അമ്മ. എന്താ അമ്മ? ഈ മാമി ആരുടെ നിന്റെ മാമി? ഓ വര വര ആമി. അതെ മണി, ഇവിടെ ആരോ പറയണേട്ട് മണിക്കൂട്ടം നാളെ മറ്റോ ഇങ്ങോട്ട് വരുമെന്ന്. എന്നോട് ആരും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരട്ടല്ലേ. നമ്മൾ എത്ര നാളിങ്ങനെ മിണ്ടാതെ പണങ്ങിയിരിക്കും അല്ലേ മണി? നിങ്ങൾക്ക് വേണ്ടണോ? ഏയ് വേണ്ടല്ലോ. ഇനി ആ വിഷയത്തെ പറ്റി സംസാരിക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, മണിക്കൂട്ടനെ നിന്റെ ഒരേ ഒരു ആംഗ്ലയാണ്. അറിഞ്ഞോണ്ട് മണിക്കൂട്ടൻ നിന്നെ ഒന്നും വേദനിപ്പിക്കില്ല. പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തോ ഒരു തെറ്റായിട്ടുള്ള ഒരു നിലപാടെടുത്തു. അതിന് ഇത്ര വാശി കാണിക്കുന്നതിന്. വെള്ളപൂശല് കഴിഞ്ഞാ? വെള്ളപൂശല് കഴിഞ്ഞോന്ന് മണിക്കൂട്ടൻ ചേട്ടന്റെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ പിണക്കം മാറാൻ പോണില്ല, ഞാൻ സംസാരിക്കാൻ പോണില്ല. പറ്റൂല, അത്ര തന്നെ. എന്തായാലും നാളെ മണിക്കൂട്ടം വരട്ടെ. അപ്പൊ കാണാം എന്റെ വിശ്വരൂപം. പിടിച്ചോ മണി. അയ്യോ മണിക്കൂട്ടെ, അതെ മണിക്കൂട്ടി ഭയങ്കര ദേഷ്യത്തില്ല. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. മണിക്കൂട്ടി എന്ത് വേല കാണിച്ചത്? ഇപ്പൊ കയറണ്ട, അങ്ങോട്ട് പോണ്ട. ആളെയുണ്ടായിരിക്കലയാ, എനിക്കല്ലോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ. അതെ ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിയിട്ട് മണിക്കൂട്ടി എന്നിട്ടാവാ. ഒരു കലങ്ങി തെളിയാനുമില്ല. അളിയ മാറ മണിക്കൂട്ട ഈ കൊള്ളി കൊണ്ടാണ് തല ചൊറിയാൻ പോണത്. എന്റെ തലയിലല്ലയോ ചൊറിയുന്നത്? മാറളിയാ അണ്ണാ പോവലണ്ട. മണിക്കുട്ടി, മണിക്കുട്ടി വിളിക്കല്ലെന്ന് ഇറങ്ങി വരി. എന്റെ വീടിന്റെ മുന്നിൽ വന്നിരിക്കാൻ നിങ്ങൾക്ക് എവിടെ ധൈര്യം വന്നു?
മണിക്കുട്ടി ഈ സ്റ്റെപ്പിൽ കാലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അമ്മയാണ് സത്യം ഞാൻ ഇത് എറിഞ്ഞു പറ്റിച്ചു എറിയോ നീ? എറിയും. നിന്റെ പൊന്നാങ്ങളെ പറയുന്നേ. ഏത് പൊന്നാങ്ങളെ? എന്റെ അച്ഛൻ ഒരു മോളേ ഉള്ളൂ. ആ എടീ, മൊന്തതായി എറി. ഈ മോന്ത നിങ്ങൾ തലയെ കൊണ്ടിട്ടേ വീഴുള്ളൂ. എറിയെന്ന്. എറിയുന്നു ഞാൻ എറിയും. എറി. എറിയും ഞാൻ. എറിയടി. എറിയും ഞാൻ. എറിയടി. എറിയാ. ആ. ചേട്ടത്തി എന്റെ കയ്യാണ് ഒടിച്ചത്. മാറി. മണി വേണ്ട എറിയണ്ട. മണി എറിയണ്ട. എറിയെന്ന്. അയ്യോ എന്റെ അച്ഛൻ. സ്വപ്നമായിരുന്നു. ഈശ്വരാ. ഓർക്കാപ്പുറത്തുള്ള ഏറായിരുന്നു. തന്നല്ലേ? ഏകദേശം എത്ര മണിക്കായിരിക്കും ഇത് കണ്ടത്? 4-4:30 മണിയാവും. 4:30 മണിയാ? അയ്യോ അപ്പൊ ഉറപ്പായിട്ട് മരിക്കും. അമ്മേ വന്നാ മണിക്കൂറെണ്ണ വന്നാ? മണിക്കൂട്ടം വരല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിനക്ക് വന്നേ പറ്റുള്ളൂ. വരല്ലെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ എന്തായാലും വരുമല്ലോ. അതൊക്കെ വിട്. അച്ഛൻ ഒരു സ്വപ്നം കണ്ടു. എന്തോന്നു? മണിക്കുട്ട മാമൻ പറഞ്ഞായിട്ട്. എന്നിട്ട് അച്ഛന്റെ തലയിൽ മൊന്തോണ്ട് ഏറും കിട്ടി. ചിരിക്കണ? എന്റെ പൊന്നാണ് അണ്ണ 24 മണിക്കൂർ ഇങ്ങനെ മണിക്കൂട്ടം വരും. എനിക്ക് ഏറെ കിട്ടും ചോദിച്ചോണ്ടിരുന്ന ഏറെ തന്നെ കിട്ടും. എത്ര രൂപയായി? 50. 50. 40 ഉണ്ട്. അത് പറ്റൂല. അത് മതി. വിട്ടോ. അതെ, മണിക്കുട്ടിയാണെങ്കിൽ പുറത്ത് പോയിരിക്കാണ്. ഇപ്പൊ വരുന്നു പറഞ്ഞൂടാ. വന്ന് കടയില് കടയിൽ പോയിക്കണം. ഏത് കടയിൽ? സൂപ്പർ മാർക്കറ്റില്. ഇപ്പൊ മുങ്ങ ഇവിടെ ഞാൻ അങ്ങ് പോട്ടെ. അണ്ണ എന്തായാലും ഏറ് വാങ്ങിക്കും. രാമ, മണിക്കുട്ടൻ സന്തോഷം. കോളം തകഞ്ഞില്ലേ? ആ മണിക്കൂട്ടണ്ണ വേണ സുഖം തന്നെ അണ്ണ. ആ അങ്ങനൊക്കെ അങ്ങ് ജീവിച്ചു പോന്നട്ടാ. നിനക്ക് സുഖമാണോ? കഴിഞ്ഞു. സുഖം കഴിഞ്ഞു. പിന്നെ മോക്കോ സുഖാന്നോടി? മെനഞ്ഞാന്ന് വരെ സുഖമായിരുന്നു. അത് കഴിഞ്ഞു? അത് കഴിഞ്ഞു പോയി. പിന്നെ അളിയന് സുഖമായിരിക്കുമല്ലോ. ഓ, മാമിക്ക് സുഖമാണ്. സുഖമായിട്ടിരിക്കുന്നു. അല്ല, എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ പോലെ? അണ്ണന്റെ കാര്യം അറിഞ്ഞോണ്ടല്ലേ? ഇല്ല. ചേട്ടത്തി ഇപ്പൊ വരും. അല്ല, അത് പെങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ഒരു മാർഗമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്ത് മാർഗം? അതൊക്കെ ഉണ്ടളിയാ. ഒരു സഹോദരന്റെ രോദനം. അവള് കടയിൽ പോയിരിക്കുന്നു. ആണോ? ഭാഗ്യം. സത്യം പറഞ്ഞാലേ ഈ സമയത്ത് എനിക്ക് വീട്ടിലോട്ട് കയറാനുള്ള ഒരു അവസരമുണ്ട്. അവള് വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നമാണ്. കറക്റ്റ് കാര്യമാണ്. ഞാൻ നാത്തോട്ട് കയറാം. പിന്നെ കേറി കഴിഞ്ഞാ പിന്നെ പുറത്തോട്ട് ഇറങ്ങരുത്. അതെന്താ? പിന്നെ കയറാൻ പറ്റൂല. ഏതായാലും ഞാനിപ്പോ കയറട്ടെ. അണ്ണ കയറണം. അണ്ണ വലുതാലം വെച്ച് കയറിക്കോ. അണ്ണ മണിക്കൂട്ടൻ ഒരു കംപ്ലീറ്റ് ഐഡിയ ഉണ്ട്. എന്നാ ഞാൻ ഒരു കാര്യം പറയണ്ട. ഞാൻ അങ്ങ് പോയിട്ട് മറ്റന്നാൾ വരാണ്ണ. എവിടെ? ഡേയ്, നീ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി പോലെ നീ അങ്ങോട്ട് പോ. ഓഹോ, പോയിട്ട് വരാം. നീ അങ്ങോട്ട്
ഞാൻ ഇനി എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് തന്നെ പോവാം. അങ്കിളെ മണിക്കുട്ട മാമന്റെ ഒരു വെടിയടി. വെടിയടി? അല്ല പുളുവടി. ആ പുളുവടി സഹിക്കാൻ വയ്യ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. കറക്റ്റ് ആണ്ടി. ഞാൻ നോക്കുമ്പോഴേ നിന്റെ അച്ഛൻ അവിടെ എടുത്ത് 6 കൊല്ലാണ്. അടിത്തറയൊക്കെ ഇളകി നിൽക്കാൻ കൊണ്ട് മാറി ഇരിക്കല്ലേ. സൂക്ഷിക്കണം കേട്ടോ. ഇനി എന്തോ സൂക്ഷിക്കാനടി. അതെ, മാമന്റെ ദയനീയ ഭാവവും സങ്കടപ്പെട്ടുള്ള മുഖം ഒന്നും കണ്ട് അമ്മ മയങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കും തോന്നണില്ല. അത് അങ്ങേർക്ക് തോന്നില്ല. അതാണ് അങ്ങേര് ഭാര്യ വിളിച്ചോണ്ട് മുങ്ങിക്കളഞ്ഞു. മാമിക്ക് മുട്ടിഞ്ഞ ധൈര്യം ഞാൻ നോക്കിയപ്പോ ഇവിടെ നിന്നേ പറ്റുള്ളൂ. ചില ആൾക്കാർ അങ്ങനെയാണ്. ഒന്നും ഒരിടത്തുണ്ട് ഭയങ്കര ധൈര്യം. കാര്യം നമുക്കല്ലേ അറിയാം. ഞാനേ രവിളിയനുമായിട്ട് സംസാരിച്ചോണ്ടിരുന്ന. നമ്മൾ കണ്ടായിരുന്നു. അല്ല, ഞങ്ങളിത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ രവിളിയന് ഇരുന്നുറങ്ങി. അണ്ണ ഇരുത്തി ഉറക്കിന്ന് പറ. അതൊക്കെ പോട്ടെ. നീ എന്താ ശ്രീകുട്ടി മാമിയെ വിളിക്കാത്തത്? അതെന്താ നീ ശ്രീകുട്ടി മാമിയെ വിളിക്കാത്തത്? നിന്റെ അടുത്തൂടെ പറഞ്ഞത് രണ്ടുപേരും വിളിക്കണം. നിങ്ങൾ വിളിക്കുന്ന നമുക്ക് വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടില്ല. അതാ. ആ, ഗ്യാപ്പ് കിട്ടിയാ വിളിക്കണം. വിളിക്കും. ആ, തീർച്ചയായിട്ടും. അതൊക്കെ പോട്ടെണ്ണ. അണ്ണന്റെ പ്ലാൻ എന്തോന്നാണ്? ഇനിയിപ്പോ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാ ഞാനും ശ്രീകുട്ടിയും കൂടെ ഒരാഴ്ച മണവുണാലിക്കൊന്ന് പോണം. മണവുണാലി? കുളുമണാലി. കുളുമണാലിക്ക് ഒരാഴ്ച ഞങ്ങളൊന്ന് ഒരു ഹണിമൂൺ ട്രിപ്പ് ആയിട്ട് പോകണം. അതൊന്നും അല്ല ഞാൻ ചോദിച്ചു. അണ്ണന്റെ ഇവിടുത്തെ പ്ലാൻ എന്തോന്നാ? ഇവിടുത്തെ പ്ലാനോ? അതിപ്പം മണിക്കുട്ടി വരട്ടെ. മണിക്കുട്ടിയായിട്ട് കാര്യങ്ങള് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. എന്താ കാര്യം? അല്ല, ഞങ്ങളുടെ കല്യാണം കഴിയേണ്ട കാര്യങ്ങളെ അങ്ങനെ അവളുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കും. അത് ഞാൻ എത്തിക്കും. ഒത്തുതീർപ്പിൽ എത്തിക്കും. അതിനൊക്കെയുള്ള കഴിവ് എനിക്കുണ്ട്. ചേട്ടത്തി വന്നാൽ അണ്ണ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കായിരുന്നു. കാര്യം എനിക്ക് ഇവിടെ കിട്ടി. അണ്ണനെ മണിക്കൂറണ്ണ അണ്ണ ഒന്നും ചോദിക്കാനും പോണില്ല, ഇവിടെ ഒന്നും പറയാനും പോണില്ല. നമ്മൾ ഏതായാലും പെടും. ഇങ്ങനെ പറയും നമ്മളാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചെന്ന്. നീ ഇപ്പൊ ഓടി എവിടെയെങ്കിലും എത്തുമ്പോ. അയ്യോ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അല്ലല്ല, ശ്രീകുട്ടിയെ വിളിക്കുന്ന കാര്യം മറക്കരുത്. ഞങ്ങളുടെ കുളുമണാലി എന്തായി തീരുവോ എന്തോ. എന്തൊരു ചൂടാണ് പോവാനേ. ഇന്നെങ്കിൽ മഴ ഇല്ലെങ്കിൽ കട്ട വെയില്. ഷേ, എന്തോ കാണിക്കുന്നേ? അല്ലെങ്കിൽ എന്റെ മൂഡ് മാറിയിരിക്കാൻ മണിക്കൂട്ടിച്ചേട്ട കാര്യം ആലോചിച്ചിട്ട് കൊഞ്ചണ കഴിവിട്. ചേട്ടാ ഇപ്പൊ എത്തി? ഞാന് കുറച്ചു നേരമായി. പെങ്ങളെ, നിനക്കെന്നോട് ദേഷ്യം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ദേഷ്യമൊന്നുമില്ല, പക്ഷെ നല്ല വിഷമമുണ്ട് എനിക്ക്. അല്ല, ആ വിഷമം അങ്ങ് മാറ്റണം. അതെ, അപ്പോഴത്തെ സാഹചര്യത്തിലേ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ രേഷ്മാരി കഴിക്കേണ്ടി വന്നു. ചേട്ടാ എന്നെ പറ്റി അച്ഛനെ പറ്റി ആലോചിച്ചോ? അല്ല, അത് പറ്റിയില്ല പെങ്ങളെ. അപ്പോഴത്തെ അവസ്ഥ അതായിപ്പോയി. ചേട്ടന്റെ ഇഷ്ടം. അല്ല, നിനക്കെന്നോട് വിഷമമൊന്നും ഇല്ലല്ലോ? നല്ല വിഷമമുണ്ട് എനിക്ക്. അല്ല, അതങ്ങ് മാറ്റണം പെങ്ങളെ. ഇത് പെട്ടെന്നൊന്നും മാറില്ല ചേട്ടാ. അല്ല, സമയം എടുക്കും. നമ്മള് കുഞ്ഞുനാൾ പോലെ നിനക്കെന്നെ എനിക്ക് നിന്നെ അറിയാവുന്നല്ലേ അല്ലേ? നിന്നെ ഒരു 10-15 വയസ്സ് വരെയെങ്കിലും, 15 വയസ്സല്ല, ഒരു 10-12 വയസ്സ് വരെയെങ്കിലും ഞാൻ എടുത്തോണ്ട് നടന്നിട്ടില്ലേ? നീ ഓർക്കുന്നുണ്ടോ? നീ അന്ന് 2-ലോ 3-ലോ പഠിക്കുക, ഞാനന്ന് 8-ലോ 9-ലോ ഒക്കെ തോറ്റു പഠിക്കുക. ഒരു ദിവസം, ഒരു മഴയുള്ള ദിവസം, ഇടിയും മഴയുള്ള ദിവസം നമ്മൾ രണ്ടുപേരുടെ സ്കൂളിൽ പോയത്. അന്ന് ആ പോന്ന പോക്കി നിന്റെ കാലിൽ മുള്ളു കയറി. പിന്നെ ഞാനായി തോളയിലെടുത്തോണ്ട് എന്നെ സ്കൂളിൽ കൊണ്ടുപോയത് ഒരാഴ്ച. നീ ഇപ്പൊ അതെല്ലാം മറന്നുപോയല്ലേ? അങ്ങനെ മറക്കരുത് നിങ്ങള്. ഞാൻ മറന്നൊന്നുമില്ല, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. പിന്നെന്താ ഇങ്ങനെ പറഞ്ഞത്? വിഷമം കൊണ്ട് പറഞ്ഞത്. നീ ക്ഷമിച്ചെന്ന് പറഞ്ഞാലേ എനിക്ക് സമാധാനമാവും. എന്റെ ചേട്ടന്റെ അടുത്ത് എനിക്ക് പണക്കൊന്നുമില്ല, സത്യം. ഇല്ലല്ലോ.
സത്യമായിട്ടും ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ചായ എടുക്കട്ടാ? ചായയുടെ നല്ലൊരു മധുരമിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ കേട്ടാ. പോരാവേ ചേട്ടാ, ഇരിയേ, ഇപ്പൊ കൊണ്ടുവരാം. അണ്ണാ മല പോലെ വന്ന് ഇല പോലെ പോയല്ലോ. എടി അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, അവളുടെ പൾസ് എനിക്കറിയാം. കുഞ്ഞുനാൾ മുതലുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടായോ? അവള് വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വെച്ചൊരു ഇടി പുക ഇവിടെ നടക്കുന്നു. സത്യത്തിലേ ഇത് ഇത്രയും പെട്ടെന്ന് കലങ്ങി തെളിഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അളിയനെ സംഭവിച്ചു. അളിയ ഇപ്പം കലങ്ങി തെളിഞ്ഞിരിക്കുക. അളിയനത് കലക്കരുത്. ഞാനാ എനിക്കത് ഇപ്പൊ എല്ലാം കറക്റ്റ് ആക്കി ഇരിക്കുക. ചേട്ടാ ദാ ചായ. കുട്ടിയൊക്കെ കൊണ്ടുവരാല്ലോ. സത്യം പറയാനുണ്ടല്ലോ ഡി, ഇത്രയും സ്വാദുള്ള ഒരു ചായ ഒരുപാട് കാലമായി കുടിച്ചിട്ട്. ശ്രീകുട്ടിയെ വിളിച്ചൊന്ന് കാര്യം പറയണം. അവൾ ഇങ്ങോട്ട് വരാനും പറയാം. അത് കൊള്ളാം. വിളിക്കുന്നു. പെട്ടെന്ന് വരാൻ പറ. ആരെ വിളിക്കേ? ശ്രീകുട്ടി. ഏത് ശ്രീകുട്ടി? എന്റെ ഭാര്യ. ഒരു കുട്ടിയോടെ വിളിക്കണ്ട. ബാഗ് എടുക്കാം. എന്റെ ചേട്ടനെ ക്ഷമിക്കും, പക്ഷെ അവളെ ഞാൻ ജന്മത്തെ ക്ഷമിക്കില്ല, കേട്ടല്ലോ? എന്റെ പെങ്ങള്. ആ പെങ്ങള്. അളിയ Dim